അനുദിനാനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴ് ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മ സന്ദർശിക്കുമ്പോൾ മഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേർ ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട്. പല ആൾക്കാരും സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആഴമായ ബോധ്യം അവർക്ക് നൽകിക്കൊണ്ട് അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തഞരമ്പുകൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഉച്ച ഉള്ളംകാല് വരെ നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റുകൾ, അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമസ്വത ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ, തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവ് ജീവിക്കാനുള്ള ആസ്തിപത്രയില്ലാത്ത, സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങളുടെ ജോലി പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവ് ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട്. അവിടെ വയസ്സ് മാറി, വയസ്സ് കൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യ കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ പരീക്ഷകളെ കർത്താവ് ഇത് അവസാനത്തെ അറ്റംപ്റ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അങ്ങയുടെ കൃപ കൊണ്ട്, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കരയിലും കടലിൽ ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോലി രഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് മേൽഗതി ഇല്ലാത്തവരുണ്ട്. കർത്താവ് പല ജോലികൾ, ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ ആടുമാടുകളെ വളർത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തുന്ന, എരുമകളെ വളർത്തുന്നവരുണ്ട്, ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട്, പൂക്കച്ചവടക്കാരുണ്ട്. കർത്താവെ, അങ്ങനെ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട്. അതൊരു ജീവിത മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. കർത്താവ്, ചെറിയ വരുമാനക്കാരാണെങ്കിൽ കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും, അവർ വലിയ കടത്തിലാവും. കർത്താവെ, നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോയെ, ഇനി മക്കളില്ലാത്ത സ്ഥിതി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണിയാണ്, പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞിന് ഗർഭശിശുവിന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വയറെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാഥൻ രക്ഷകരമായി ഏറ്റുപറഞ്ഞൊരു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവരാരും നീ കൈവിടരുത്. അവരനുഗ്രഹത്തേക്കാൾ ഉപരി അവരെ കൃപയുടെ ദൈവികമായ ശക്തിയാൽ അവരെ നീ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽനടയായി പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചെത്തുന്നവരെ കിരുബുകളുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സുരക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻറ്റുകളും കരാറുകളും ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പണം കയ്യിൽ നിന്ന് മോശം വന്നിട്ട് അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ള കൈകളകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഭക്ഷണം പോലും കഴിക്കാത്തവരുണ്ട് ഈശോയെ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വളരെ ഇറങ്ങിപ്പോയി കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യോഗ്യതയല്ല മകളെ നീ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ. ഇപ്പം ഗംഗ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? എന്ത്? ഇപ്പം പമ്പ എവിടുന്ന് ഉത്ഭവിക്കുന്നു? അതുപോലെ തന്നെ കൃപ എവിടുന്ന് ഉത്ഭവിക്കുന്നു? അവൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ. അതായത് നോക്കി, മത്തായിയുടെ സുവിശേഷം 12:18 വായിച്ചേ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അതായത് അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കും. അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതായത് പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത്. കിട്ടണമെന്നല്ല, അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടില്ലേ, ഈശോയെക്കുറിച്ച് എന്നാ അമ്മ പറയണത്? അതായത് അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും. അപ്പം യോഹന്നാൻ 10:10 പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ. അതേസമയം തന്നെ പറയണത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ 1:16 വായിച്ചു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ, അധിക കൃപ എന്ന് പറയും. കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ. ഇത് എങ്ങനെ, ഞാനത് ഇപ്പം ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് കൃപയുടെ സ്രോതസ്സാണ്. അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ്? ക്രിസ്തുവിനെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ്. അതാണ് 12:18 നമ്മൾ വായിച്ചത്. 12:18 വായിച്ചില്ലേ? ഇതാ ഞാൻ, മത്തായിയുടെ സുവിശേഷം, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവനെന്ന് വായിച്ചില്ലേ? അപ്പം അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക 3:22 വായിച്ചിട്ട്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പിതാവ് പ്രസാദിച്ചതാണ്. അതെന്തുകൊണ്ടാണ് പ്രസാദിച്ചിരിക്കുന്നത്? അതായത് ക്രിസ്തു സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോഴെന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ ഈ
അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത്. അതായത് പിതാവിന് സ്വയം സമർപ്പിക്കുക. എന്നിട്ട് അത് അവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ സഹന ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത്. അപ്പോഴേ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ പാത്രമാകും. നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം നമുക്കൊരു സഹനം ഉണ്ടായി, എന്താ മാനസിക സഹനം ഉണ്ടാകും, പലർക്കും ചിലർക്ക് ശാരീരിക സഹനം ഉണ്ടാകും. പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്നറിയാമോ? അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും. അപ്പോഴെന്ത് പറയും? ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സഹന സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാകും. കാര്യം പിതാവ് ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ അപ്പം 20 യോഹന്നാൻ 20:21 വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് അലക്കൽ ശ്ലാമ, സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് പിതാവാണ് ഈശോയ്ക്ക് മിഷൻ കൊടുക്കുന്നത്, ഈശോ നമുക്ക് മിഷൻ തരുന്നു. ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിനെ കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. ഇത് പിടിയിട്ടില്ല, അതാണ് സംഭവം. അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്തതുപോലെ ക്രിസ്തു നമുക്കും കൃപ തരും. എങ്ങനെയാണ്? നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിൻ്റെ സഹനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അതാണ് കൃപയുടെ ഒരു സ്രോതസ്. ഇപ്പം എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കണം, കൃപ ആർജിക്കാനും നോക്കണം. ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലക്ഷ്മി ചേച്ചിയുടെ ഭാഗം ചെയ്തിട്ടില്ല. അവരിതിൻ്റെ കുഴപ്പടിയിലൊരു കാര്യം പറഞ്ഞു. ഈ മരിച്ചുപോയ അപ്പനും മക്കൾക്ക് ലക്ഷ്മി ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അപ്പോൾ അവർ പറയണത് അവർ കല്യാണത്തിന് വന്ന പോലെ വന്നു പോകുന്ന പറയണം. ഇപ്പോഴും അവരോട് നീരസമുണ്ട് ഇവർക്ക്. അതാ പ്രശ്നം. ആ ഉടമ്പടി സെറ്റായിട്ടില്ല. ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ ലക്ഷ്മിയായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴും. പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ചികിത്സ വേണ്ടത്. ദൈവം അവിടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, ദൈവസ്നേഹത്തിൻ്റെ എഴുതാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തില്ല. ആ പഴയ വെറുപ്പ്, കാര്യം അവർ കുറേ അനുഭവിച്ചതല്ലേ. അപ്പനും അമ്മയും വീണപ്പം തന്നെ ആങ്ങളെയും ഭാര്യയും ചാടിപ്പോയി. ഇവർക്ക് അപ്പനും അമ്മക്കും വേറെ മക്കളുണ്ട്. അവരാരും ഇവിടെ കല്യാണത്തിൽ വന്നിട്ട് 2 ദിവസം തന്നിട്ട് പോകുന്നില്ലേ? അതുപോലെ ആരാണ് പറഞ്ഞത്? കല്യാണത്തിൽ വന്ന പോലെ വന്നു പോവുകയാണെന്ന്. എൻ്റെ മക്കളെ, ഇതൊക്കെ നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാതെ അത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവം നൽകിയ അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉടമ്പടി എഴുതാൻ പറ്റിയ, ദൈവത്തെ നേരിട്ട് ഉടമ്പടി എഴുതാൻ പറ്റിയ മാംസളമായ അഭിഷേകമുള്ള ഹൃദയമായി മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതായത് നമ്മളിപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതിന് ഒരു ഇന്നത് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനന്തമായ സാധ്യതയാണുള്ളത്. ഇപ്പോൾ തുഷാര എന്നും പറഞ്ഞൊരു മോള് ആലപ്പുഴക്കാരുതിയാണ്, അമ്പലപ്പുഴക്കാരുതിയാണ്. തുഷാരയുടെ സാക്ഷി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. തുഷാര, പിന്നെ രജീഷ്, അതാണ് ഭർത്താവിൻ്റെ പേര്. ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട് നമുക്കറിയാവില്ല.
20 വർഷമായിട്ട് മക്കളിലെ പിന്നെ മക്കളുണ്ടാവുക. ഒരുമാതിരിപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ചികിത്സയും അവർ ചെയ്ത് കാണും. 2 വർഷമോ 3 വർഷമോ അല്ല, 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അവസാനമാണ് ഇവർ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. ഈ ആലപ്പുഴയാണെങ്കിൽ ആൾക്കാർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വേറെ രാജ്യക്കാരാണെന്ന്. ആലപ്പുഴക്കാർ ഉണർന്ന് വരണതേ ഉള്ളൂ. അപ്പോൾ തുഷാര മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം, ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്നിട്ടൊരു കാര്യം പറയും. 20 കൊല്ലമായി മക്കളുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് മക്കളെ വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ തരണം. അമ്മയുടെ മുഖത്തൊക്കെ നേരിട്ട് പറയും. ഇതൊരു പ്രാർത്ഥനയാണ്. രണ്ടും കരുതിക്കുട്ടി വന്നിരിക്കുന്ന പോലെയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കി തുഷാർ പറയും, 20 കൊല്ലമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് കിടക്കണം, അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അതാണ് അവൾ പറയേണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്നെങ്കിൽ എനിക്ക് മക്കളെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം. ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും. അതല്ല ഒരു രസം എന്താ വെച്ചാൽ, എന്താ പ്രശ്നം വെച്ചാൽ, പ്രഗ്നൻ്റായിട്ട് ദൈവം തന്നെ തന്നതാണിതെന്ന് പറയാൻ വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളെ കൊടുക്കും, എന്നിട്ട് ഒരു പൊക്കിൾക്കൊടി. അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഇത് പോകും ഇത് പോകും ഇത് പോകും എന്ന് പറയും. അപ്പോൾ വിശ്വാസം കൊണ്ട് ഇവൾ പറയും ഇത് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് പറയും. കാര്യം 2 കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പൊക്കിൾക്കൊടിയേ ഉള്ളൂ. ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളൊക്കെയാണ്. പക്ഷെ അമ്മ തന്ന കാരണം എന്ത് ചെയ്ത് അമ്മയുടെ അവസാനം വരെ സംരക്ഷണം ആ 2 കുഞ്ഞിനെ കൊടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവരെപ്പോഴും ഈ അനുഗ്രഹം വാങ്ങി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി ഒരു തട്ടുകേട് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾ ആ ഉടമ്പടി ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് കാര്യം നേടി പൊടിയും തട്ടിപ്പോണതല്ല, മറിച്ച് ദൈവത്തിരുസന്നിധിയിൽ ജീവിക്കാൻ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെയും സഹോദര സ്നേഹത്തോടെയും ജീവിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ചെയ്ത ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസപൂർവ്വം പാലിക്കാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ആരാധന യേശുവേ. വരവ് വന്ന് ചങ്കെ കൊണ്ട് പറയേണ്ട പോലെ പറഞ്ഞെറിഞ്ഞ് കൊള്ളിച്ചിട്ട് അനുഗ്രഹം കൊണ്ട് പോകുന്നവരെ കണ്ടില്ലേ? അതാണ് പറച്ചിൽ. 20 കൊല്ലമായി ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ മരണവേദന അനുഭവിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. അതാ പറഞ്ഞു, എനിക്ക് അമ്മയോട്, അതായത് ആ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി കണ്ട വിശ്വാസിയുടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നീ എനിക്ക് കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ചെക്കൊള്ള കാര്യം. എന്താ കാര്യം? ആ പറയുന്നതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, അതിനകത്തൊരു വിശ്വാസമുണ്ട്, വല്ലാത്ത വിശ്വാസം, അത് വല്ലാത്തൊരു പ്രത്യാശയുണ്ട്. ഒക്കെ ആയിരിക്കും, ഒത്താക്കൊള്ളാം, കിട്ടിയ കൂട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞ് ഓതപ്പനിക്കാർ പ്രാർത്ഥിക്കണില്ലേ? അതുപോലെ അലപലാതി പ്രാർത്ഥനയല്ല, ഒറ്റടിൻ്റെ ആശയം ആ സംഭവം. അത് ആ പ്രാർത്ഥനയുടെ വെയിറ്റേജാണ്. പക്ഷെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ അളക്കാൻ തുടങ്ങും. കാര്യം ദൈവത്തിന് ജീവിതത്തിൽ കൂടെ വസിക്കാൻ പറ്റിയ ആൾക്കാരാണോ, കൈ കൊടുത്തുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് നോക്കും. അതായത് എന്താ പറയുക വെച്ചാൽ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സാധ്യതകളില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ തീർന്നു കാണാം.
അതുകൊണ്ട് ഉടമ്പടിയിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സാധ്യതയിൽ നിലനിന്ന് നീ ജീവിക്കുക എന്നുള്ളതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് നിലനിൽക്കുന്ന ഫലം നിങ്ങൾ എൻ്റെ സ്നേഹത്തെ നിലനിൽക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതി ആരാധന 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 യേശുവേ. യോഹന്നാൻ 15:9. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രശ്നം. ആ യോഹന്നാൻ 15:9 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അപ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ഉടമ്പടി. അല്ല 90 ദിവസം കൊണ്ട് പൊടി കൊട്ടിപ്പോയിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. കാര്യം കണ്ട് കാണുമ്പോൾ ഇനി കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉടമ്പടി അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, നിങ്ങളിവിടെ വന്നാലും വന്നില്ലേലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടി സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളായിട്ട് ജീവിതത്തിൻ്റെ ക്രമീകരണത്തിൽ നിലനിൽപ്പുണ്ടാകണം. അതാണ് ഈശോ പറയണത്. എന്താണ്? യോഹന്നാൻ 15:9. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇപ്പം നിങ്ങൾ ഈ മണ്ണ് ചവിട്ടുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം, ചുമ്മാ കാര്യം കാണാൻ വന്നിരിക്കുകയാണ്, സ്നേഹത്തിൽ നിലനിൽക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ജാമ്യം എടുക്കണം. എന്താ പറയേണ്ടത്? കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ ഇല്ലെങ്കിൽ നിന്റെ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കും. അതാ സംഭവം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, നിന്റെ ഉടമ്പടി നിലനിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ